കല്യാണാലോചനയ്ക്കാണ് വന്നത്. എടി അവൻ എന്താ ഒരു കുറവ്? അഴകില്ലേ, ആരോഗ്യമില്ലേ, 2 ഏക്കർ നിലം, 1 തെങ്ങും പുരയിടം, നല്ല വില നടത്തുന്ന ഒരു പപ്രാ കച്ചവടം, ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ? അപ്പൊ പശുവും തൊഴുത്തുവോ? ആ, അത് വേറെ. എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. 1 2 അല്ല, 26ാമത്തെ ആലോചനയായത്. ഇതും നിനക്ക് വേണ്ടാന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല. എന്റെ ലക്ഷ്മിക്കുട്ടി, നീ കിടന്ന് തിളയ്ക്കാതെ. 8ഉം 8ഉം തിരിയാത്ത കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത്. എന്റെ മോളോട് ഞാൻ പറയാം. അച്ഛന്റെ മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ? നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ? ആരെ പോലായാലും എനിക്ക് വേണ്ട. എന്റെ മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്കിടയിലില്ലേ 3-4 കൊച്ചുങ്ങൾ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുന്നാരം പറഞ്ഞിട്ട് അവള് തലയെ കയറുന്നത്. വല്ലവരുമായിട്ട് പ്രേമവും കുന്തോണ്ടെങ്കിൽ മനസ്സിലാക്കാം. വരുന്ന ഒരുത്തനെ അവൾക്ക് പിടിക്കൂല. എടി സത്യം പറ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താ? കല്യാണത്തൊക്കെ പട്ടണത്തിൽ നിന്ന് വരണം. ചേച്ചി പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം, ഇംഗ്ലീഷ് പറയണം, പരിഷ്കാരം വേണം, സിഗരറ്റ് വലിക്കണം, പട്ടണത്തിൽ പോണം, ഇംഗ്ലീഷ് പഠിക്കണം, നിന്റെ അമ്മയുടെ തല വേണം. ഇതിന്റെ ഇടയ്ക്ക് ആ പീക്രാന്തി ഉണ്ടല്ലോ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്? ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ ആണേ. ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12. അന്ന് എന്റെ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവൻ കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്ത് ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി, നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞോണ്ട് ഇവിടെ എല്ലാം ചുറ്റി കറങ്ങുന്നുണ്ട്. അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം, നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാണ് രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരി തന്നെ. പക്ഷെ രാധയെ കെട്ടിയാൽ ആ സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിരിയരുത്. ഓരോ കല്യാണക്കാര് വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തല എങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെന്നല്ല, അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും, പട്ടണത്തിൽ നിന്ന്. എന്താണാവോ പട്ടണത്തിൽ ഇത്ര തുള്ളാൻ? സമയമല്ലോ, വന്ന ആളിലൊക്കെ പോവാവോ? ഞാൻ വീടാന്തരം നടന്ന് കുറെ ആളുകളെ സംഘടിപ്പിച്ചതാ. കുടുംബാസൂത്രണ ക്യാമ്പിന്റെ ആൾക്കാരല്ലേ? അതെ. ഉദ്ഘാടനത്തിന് വീഡിയോക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛന് അസുഖം കൂടുതലാണത്രേ. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചോളാൻ പറഞ്ഞു. ഇനിയിപ്പോ 11 മണിക്കൂർ ആരന്വേഷിച്ചു പോകാനാ? തന്തയ്ക്ക് സൂക്കേട് വരാൻ കണ്ട ഒരു സമയം. നിങ്ങളത് ഏറ്റപ്പോഴും മനസ്സിലായി. കുഴക്കുള്ളൂ. ഞാനും ചെയ്യാനാ? ഇനിയിപ്പോ ഒരൊറ്റ പോവഴിയുള്ളൂ. ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എല്ലാവരും കൂടെ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ ആ കർത്തവ്യം കൊണ്ട് നിർവഹിക്കാം. അതേതായാലും വേണ്ട. നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ആളായിരിക്കണം. അങ്ങനെ ഒരാളെ ഇപ്പൊ എവിടെ അന്വേഷിച്ചു പോകാനാ? നാട്ടുകാർക്ക് പരിചയമില്ലാത്ത ഒരാളെ. ഈ വില്ലേജ് ഓഫീസിലേക്കുള്ള വഴി ഏതാ?
നന്മകൾ മാത്രമുള്ള നല്ലവരെ കൊണ്ട് മാത്രം നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ. സാർ ഒന്നുകൊണ്ട് കുട്ടികൾ നിശബ്ദരായിരിക്കൂ, നിശബ്ദരായിരിക്കൂ. കുട്ടികൾ ഇങ്ങോട്ട് കയറിക്കോ. ഇവിടെ ഇരിക്കാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ എത്തിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. വരൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾക്ക് നമസ്കാരം. ഈ കുടുംബം എന്ന് പറയുന്നതാണല്ലോ കുടുംബാസൂത്രണത്തിന്റെ ഒരു ഇത്. അപ്പൊ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ, കുടുംബനാഥ, ബാക്കിയുള്ള അങ്ങനെ. അപ്പോ കുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു സൂത്രമാണ് ഈ കുടുംബാസൂത്രണം. അപ്പോ ഈ കുടുംബപരമായിട്ടുള്ള കുടുംബത്തിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായാലുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഞാൻ ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ കുടുംബം, കുടുംബനാഥൻ, കുടുംബിനി, കുടുംബാസൂത്രണം. അപ്പോ കുടുംബാസൂത്രണത്തെ കുറിച്ച് ഇതിൽ കൂടുതലായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ മാനം രക്ഷിച്ചതിന് വളരെ നന്ദി. നിങ്ങൾക്ക് എന്റെ നമസ്തേ. ഇതിനു മുമ്പുള്ള ആൾ ഈ ഫയലുകളൊന്നും നോക്കിയിരുന്നില്ലേ? അങ്ങേര് മാത്രമല്ല സാർ, അതിനു മുമ്പുള്ളവരും നോക്കാറില്ല. ഈ പുളിയൊക്കെ തട്ടിക്കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി വെക്കണം. ഒരാഴ്ച പിടിക്കും സാർ. ആയിക്കോട്ടെ. ണ്ടോ? ആ ഉണ്ട്. നമസ്കാരം. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നും കൂടെ ഇറങ്ങണമെന്ന് വിചാരിച്ചതാ. അവിടെ ഈ സ്റ്റേജ് അഴിപ്പിക്കാനും മൈക്കിന്റെ ആളിനെ പറഞ്ഞു വിടാനും വേണ്ടി കൂടെ നിൽക്കേണ്ടി വന്നു. ഈ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. അപ്പോ തെരഞ്ഞെടുപ്പിനൊക്കെ നിൽക്കാറുണ്ടല്ലേ? ഉണ്ട്. പ്രായപൂർത്തി വോട്ടവകാശം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ പോലും ശങ്കരനായർക്ക് സാധിച്ചിട്ടില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ, അല്ലേ സാറേ? അപ്പോ താമസമൊക്കെ ഇവിടെ തന്നെ ആക്കിയല്ലേ? അതാ ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. ഇതിനു മുമ്പുണ്ടായിരുന്നാൽ ഇതിന്റെ പുറയിലാ താമസിച്ചേ. ആ, അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ കിടന്നു. ഈ പാറ്റ എട്ടുകാലിയെ കൊണ്ട് ആകെ വൃത്തിയിട്ട് കിടക്കുക. എലികളാണെങ്കിൽ എണ്ണിയാ തീരാത്തത്രയുണ്ട്. അതുകൊണ്ട് താമസിക്കാനൊരു വീട് കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്. എത്ര രൂപ വാടക തരും? കൊള്ളാവുന്ന സ്ഥലമാണെങ്കിൽ എത്രയായാലും വിരോധമില്ല. എന്നാൽ നമ്മുടെ ഒരു വീടുണ്ട്, താമസിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒഴിച്ചിട്ടിരിക്കുക. നോക്കാൻ വിശ്വസിക്കാവുന്ന ഒരാളുണ്ടായാൽ നല്ലതാണല്ലോ. അത് മതിയെങ്കിൽ തരാം. അപ്പൊ നമുക്ക് വീടൊന്നും കാണാമല്ലോ. നോക്കാം, ഇപ്പൊ തന്നെ പോവാം. അയ്യോ, ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ, നമുക്ക് 5 മണി കഴിഞ്ഞ് പോവാം. ഇവിടത്തെ ഓഫീസൊന്നും അത്ര വലിയ കഥയല്ല. മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോവാ, അത്രേ ഉള്ളൂ. എനിക്കത് ഇഷ്ടമല്ല. ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തണമെന്ന് നിർബന്ധമുള്ള ആളാ ഞാൻ. അതുകൊണ്ട് ശങ്കരൻ നായർ 5 മണി കഴിഞ്ഞ് വരൂ, പോകാം. അപ്പൊ എങ്ങനെയാ, ഇത് മതിയോ? കൊള്ളാം, പക്ഷെ ആ കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നാളെ ശരിപ്പെടുത്താവുന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൊള്ളാവുന്ന ഒരു സ്ഥലം ഈ പ്രദേശത്ത് കിട്ടാനില്ല. എന്നാ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് മാറുകയാണ്. എന്നാ വരൂ, നമുക്കിത് കിട്ടാനുള്ള വഴി നോക്കാം. ആഹാ, അപ്പൊ ശങ്കരൻ നായരുടെ അല്ലേ ഈ സ്ഥലം? ശങ്കരൻ നായരുടെ അല്ലേന്ന് ചോദിച്ചാൽ ഇവിടെ വടക്ക് പുഴയ്ക്കക്കരെ താമസിക്കുന്ന പറഞ്ഞാൽ തിരിയാത്തൊരു കൃഷ്ണൻകുട്ടി നായരുണ്ട്. അയാളുടെ ഒരു ഉറ്റ സ്നേഹിതനുണ്ട്, ഒരു രാരിച്ചൻ നായർ. അയാൾ എന്റെ സ്നേഹിതനാ. അയാൾ പറഞ്ഞാൽ ചിലപ്പോ കിട്ടിയേക്കും. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ്. ദേ, ഇതാണ് രാരിച്ചൻ നായരുടെ വീട്. അവിടെ ഉണ്ടാവും. ആ, ലക്ഷ്മിക്കുട്ടി, ആ ശങ്കരൻ നായർ ഒരാളെയും കൂട്ടി വരുന്നുണ്ട്. ചിലപ്പോ കല്യാണാലോചനയ്ക്കാവും. നീ പോയിട്ട് കുറച്ച് കാപ്പി ഇട്ടേ. ആ, വരൂ വരൂ.
ഇതാണ് ഞാൻ പറഞ്ഞ രാജിച്ചൻ നായർ. നമസ്കാരം. ഇദ്ദേഹത്തിന് മനസ്സിലായോ രാജിച്ചൻ നായർക്ക്? മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ശങ്കരൻ നായരല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്. മോശക്കാരനായ ഒരാളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരൂ. പേരെന്താ? വിനയൻ. നല്ല പേര്. നമ്മുടെ വില്ലേജ് ഓഫീസിൽ പുതിയതായിട്ട് വന്ന സാറാ. ഓഹോ. സാറിന് താമസിക്കാൻ സൗകര്യമുള്ളൊരു വീട് വേണം. അപ്പോ ഞാൻ ആ അമ്പലപ്പറമ്പിന്റെ പിന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുടെ വീട് അത് കാണിച്ചു കൊടുത്തു. പിടിച്ചോ? ആ പിടിച്ചു. ഒന്നിങ്ങി വന്നേ. കാപ്പിയുടെ കൂടെ പലഹാരം വല്ലതും കൊടുക്കണോ? എന്റെ ലക്ഷ്മിക്കുട്ടി, കാപ്പിയും വേണ്ട പലഹാരവും വേണ്ട. അയാള് വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ. വീട് അന്വേഷിച്ച് നടക്കുക. അപ്പോ വീട് പിടിച്ചു അല്ലേ? അതെ. അത് കൃഷ്ണൻകുട്ടി നായരെ കണ്ട് രാജിച്ചൻ നായർ ഒന്ന് ഏർപ്പാടായി കൊടുത്തു. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ? എന്നെക്കാണ് എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആള് കേൾക്കില്ല. അല്ല, കുറ്റം എന്റെ ആണെന്ന് തന്നെ വെച്ചോളൂ. എന്ത് പറ്റി? ഇവിടെ കനാല് പണിക്ക് വേണ്ടി വന്ന 5-6 പേർക്ക് ഒരു മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ? കുടിയടപ്പാവകാശം വേണമെന്ന് പറഞ്ഞ് സമരമായി ബഹളമായി അതിന്റെ കൂടെ കൂടാൻ കുറെ നാട്ടുകാർ. അവസാനം എന്തു പറ്റി? വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. ശേഷം പേർക്ക് മനക്കിലെ പള്ളി ചവിട്ടാനും വരും. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ, വരുന്നുണ്ട് ദുശ്ശകുനം. ഇതല്ല, വില്ലേജ് ഓഫീസറാ. എന്നെ കാണാൻ വന്നതാ. ആഹാ. എവിടെയാ നാട്? എറണാകുളം. എറണാകുളത്ത് എന്ന് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അങ്ങനല്ല, ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടി ആരെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ്, ചുവരൊക്കെ വെള്ളയടിച്ച്, 4 ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ? സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ആ, ഒരുവിധം. വസണി, എന്തോ സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തിരക്കേടിലായിരുന്നു. കിളിക്കൂടോ? അതെന്തിനാ? ഈ ജനലിനരികിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി അതിൽ കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവയുടെ ശബ്ദം കേട്ട് എനിക്കുണ്ട്. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ്, അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യത് വേണ്ട മാവാ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമില്ല. പക്ഷേ അയ്യോ, അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടുംപാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാണ്? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. 2 നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേക്കാം. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അതും സാർ ഇടുന്നെങ്കിലും. അല്ല, പശുവും പാല് മതി. കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാജിച്ചൻ നായർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട.